2026 ആദ്യത്തെ വോയിസ് ഓവറാണ് ആൻഡ് രണ്ടാമത്തെ ഷോർട്സാണ്. അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇടുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇപ്പം എന്തോ ഒരു തോര ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് 2026 ഫസ്റ്റത്തെ യാത്രയാണ്. നമ്മൾ പോകുന്നത് കാലിക്കറ്റിലേക്കാണ്. കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മൻ്റെ ഉള്ളിൽ എൻ്റെ കുട്ടീനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെൻ്റെ അനിയത്തിൻ്റെ മോനാണ്. ഓനക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഓൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. ഓനൊറ്റക്ക് ഓൻ്റെ ഇനീഷ്യേറ്റീവിൽ തുടങ്ങിയിട്ടുള്ള സംഭവമാണ്. സാറാമ്മ ഭയങ്കര കുറുമ്പിലാണ്. ഫ്രസ്ട്രേഷൻ ഉണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ആകെ പ്രാന്തായിട്ടിരിക്കുകയാണ്. ആൾക്ക് ജലദോഷവും പിന്നെ ചെറുതായിട്ട് ചുമയും പിന്നെ ലൂസ് മോഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സങ്കടമാണ് മുഖത്ത് മുഴുവൻ. അപ്പോൾ ഞാൻ മാക്സിമം ക്ഷമിച്ചാണ് നിൽക്കുന്നത്. കാരണം അവൾ കുറച്ച് ദിവസം മാറി നിൽക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ അവളെ വിഷമിപ്പിക്കേണ്ട എന്നുള്ളതുകൊണ്ട് വഴക്കൊന്നും പറയാതെ കംഫർട്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നല്ല ടയേർഡുമാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് എവിടെയോ കയറിയിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാണ്ടൊക്കെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഒരു ചായയും ചെറുകടിയൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ടോയ്ലറ്റ് അന്വേഷിച്ചാണ് നടക്കുന്നത് കേട്ടോ. ഞങ്ങൾ കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവിടെ നേർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോയ്ലറ്റ് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു പള്ളി കണ്ടപ്പോൾ അവിടെ നിർത്തി. അവിടെ കയറി വയ്ക്കുമ്പോൾ പള്ളി ക്ലോസ്ഡാണ്. സോ അവിടെ കാര്യം സാധിച്ചില്ല. ദെൻ ഞാൻ 2-3 വീട്ടിലേക്ക് കയറി ചോദിച്ചു. അവരാരും സമ്മതിച്ചില്ല കേസ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ടോയ്ലറ്റിൽ കയറാനെന്നൊക്കെ പറഞ്ഞിട്ട് കയറിയിട്ട് പിന്നെ രാത്രി വന്ന് അവിടെ മോഷണം നടക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. എന്നെ കണ്ട ഒരു കള്ളൻ്റെ ലുക്കുണ്ടോ ദൈവമേ അതറിയില്ല. പക്ഷേ എനിക്ക് അപ്പം വിഷമം തോന്നിയെങ്കിലും പിന്നെ എനിക്ക് അവരുടെ അവസ്ഥയും മനസ്സിലായി. പിന്നെ ഇവിടെ നേർച്ച നടക്കുന്നു, അവിടുത്തെ ആളുകളും ഇങ്ങനെ വന്ന് ചോദിച്ചാലോ പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ആദ്യമേ പറ്റില്ല എന്ന് പറഞ്ഞതായിരിക്കും. പിന്നെ ഞങ്ങൾ വലിയൊരു മണ്ടത്തിലാണ് കാണിച്ച് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഈ ബിരിയാണി സെൻറ്ററിലേക്ക് വന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങളത് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവിടത്തേക്ക് തന്നെ വന്നു. അവിടെ വന്ന് നമ്മുടെ ഓർഡറൊക്കെ എടുക്കാൻ മൂപ്പര് വന്നപ്പോൾ ആയാൻ ഞെട്ടിക്കൽ ബിരിയാണി ഉണ്ടോ എന്ന് ചോദിച്ച് അവനെ കളിയാക്കുന്നതാണ് നമ്മളീ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഫിഷ് ബിരിയാണി, കല്ലുമക്ക ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട്. ഫിഷ് ബിരിയാണി 5 പൈസക്ക് കൊള്ളൂല ഗൈസ്, ഉള്ളത് പറയണമല്ലോ. കാരണം ഫിഷ് ഫ്രോസൺ ആയതുകൊണ്ട് അത്ര ഒരു ടേസ്റ്റ് തോന്നിയില്ല. ആൻഡ് കല്ലുമക്ക ബിരിയാണി ഓക്കെ ആയിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് അത്രയും ഉണ്ടായിരുന്നില്ല. പിന്നെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും അത് ഇവിടുത്തെ ബിരിയാണി കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് മുന്തിരി ജ്യൂസ് വാങ്ങിച്ചു, പിന്നെ ലൈമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടുത്തെ ചിക്കൻ 65 വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ആക്ച്വലി ഫുഡൊക്കെ ഇഷ്ടമായി. പക്ഷേ എൻ്റെ വയറിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ തിരിച്ചു.